दुर्भाग्य से आजादी के बाद लेफ्ट कांग्रेस की सरकारों ने, एलडीएफ यूडीएफ की सरकारों ने नारी शक्ति को कमजोर माना। लेफ्ट और कांग्रेस ने लोकसभा और विधानसभा में महिलाओं को रिजर्वेशन देने वाला कानून बरसों तक लटकाए रखा। लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया। കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചും തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാരി ശക്തി റാലി. കേരളത്തിലെ സ്ത്രീകളെ ഇവിടുത്തെ സർക്കാരുകൾ അവഗണിച്ചെന്നും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് മോദി നൽകിയ ഉറപ്പുകൾ പാലിച്ചെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. മോദി ഗ്യാരണ്ടിയിൽ ഊന്നി നടത്തിയ പ്രസംഗത്തിൽ ക്രിസ്മസ് വിരുന്നും കടന്നു വന്നു. വമ്പൻ റോഡ് ഷോയോടെയാണ് കേരളത്തിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഇളക്കി മറിച്ചോ മോദി? മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചിലവാകുമോ? ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ കഴിയുമോ? ഇനി പ്ലാൻ ദക്ഷിണേന്ത്യയോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബിജെപി, ശ്രീ കെ അനിൽകുമാർ CPM, ശ്രീ കെ പി നൌഷാദ് അലി കോൺഗ്രസ് എന്നിവർ. ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ജനുവരി 3 ഒരു പ്രത്യേകത, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇന്നിപ്പോൾ 10 വർഷം തികഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2014 ജനുവരി 3 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വാർത്താ സമ്മേളനം നടത്തി വിവിധ മാധ്യമ പ്രവർത്തകരുടെ 62 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനമോ ഇന്ററാക്ഷനോ ഉണ്ടായിട്ടില്ല, പ്രസംഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു പ്രസംഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരളം പോലത്തെ ഒരിടത്ത് ബിജെപിക്ക് ഒരു 10-11% വോട്ടുള്ള ഇടത്ത് എൻ്റെ ഗ്യാരണ്ടി ഞാൻ നടപ്പാക്കി, ഞാനാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 തവണയും 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന ജനങ്ങൾ അത് കേട്ട് വോട്ട് ചെയ്യുമെന്ന് ബിജെപി ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തായാലും ജനുവരി 3 മൻമോഹൻ സിംഗിനെ മാധ്യമപ്രവർത്തകരുമായിട്ട് ബന്ധിപ്പിച്ചത് നന്നായി. കാരണം അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാറില്ല, മാധ്യമപ്രവർത്തകരോട് സ്വകാര്യമായി സംസാരിക്കാറാണ് പതിവ്. പത്രസമ്മേളനം സ്വകാര്യമല്ല, വ്യത്യസ്തമാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. അല്ല, ആയിക്കോട്ടെ, അത് മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണമാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകരുമായിട്ടല്ല സംസാരിക്കുക. ഇന്നത്തെ പ്രധാനമന്ത്രി സാധാരണക്കാരുമായിട്ടാണ് സംസാരിക്കുക, സാധാരണ ജനങ്ങളുമായിട്ടാണ് സംസാരിക്കുക, അമ്മമാരും സഹോദരിമാരുമായിട്ടാണ് സംസാരിക്കുക. അങ്ങനെ അമ്മമാരെയും സഹോദരിമാരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അങ്ങനെ ഇരമ്പി ഒപ്പം വരുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ അർത്ഥതലങ്ങളിലും പിന്തുണ നൽകുന്നു എന്നതിൻ്റെ തെളിവാണ് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും വിജയം. അതിൻ്റെ മറ്റൊരു തെളിവാണ് ഇന്ന് തൃശ്ശൂർ. നമുക്കെല്ലാവർക്കും അറിയാം, പൂരപ്പെരുമയുടെ പെരുന്തച്ഛ ദേവഭൂമിയാണ് തൃശ്ശൂർ. അവിടെ ആർപ്പ് വിളിച്ചെത്തിയ ജനങ്ങൾ ആറാടി നരേന്ദ്രമോദി മോദി മോദി എന്ന മുദ്രാവാക്യത്തിൽ മുഖരിതമായി തൃശ്ശൂർ പട്ടണം. അത് അവിടെ വന്ന മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഒരേപോലെ ഗോചരമായതാണ്. അപ്പോൾ സാധാരണ ജനങ്ങളുമായി അദ്ദേഹം സംവദിച്ചു, അവിടെ വന്ന അമ്മമാരുമായി സംവദിച്ചു. ഞാൻ ചോദിക്കട്ടെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അഴിമതിയില്ലാതെ 9 വർഷം ഭരിച്ചിട്ട് തൻ്റെ ഗ്യാരണ്ടി, താൻ നടപ്പാക്കിയ ഗ്യാരണ്ടി, താൻ പറഞ്ഞ വാക്ക് പാലിച്ചതിൻ്റെ ആ ഗ്യാരണ്ടി, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചതിൻ്റെ ആ ഒരു ആത്മാഭിമാനം, ഞാൻ എന്താണോ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് അത് ഞാൻ നടപ്പാക്കി എന്നിത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു ഇതിനു മുമ്പ്? സംശയമാണ്. ഒരു സർട്ടൻ എക്സ്റ്റൻറ്റ് വരെ ഇന്ദിരാഗാന്ധിയുടെ പേര് വേണമെങ്കിൽ പറയാം. പക്ഷേ നരേന്ദ്രമോദി അഴിമതിയുടെ ആരോപണം പോലുമില്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരൻ ചോദിച്ചതെല്ലാം കൊടുക്കുന്നു. സാധാരണക്കാരന് വേണ്ടത് ഭക്ഷണമാണ്, അത് കൊടുക്കുന്നു 80 കോടി ജനങ്ങൾക്ക്. സാധാരണക്കാരന് വേണ്ടത് വെള്ളമാണ്. ആ ഹർ ഘർ ജൽ എന്ന പദ്ധതിയിലൂടെ സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ എത്തുന്നു. എത്ര കോടി ജനങ്ങൾക്കാണ് അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്? ഇപ്പം തന്നെ ഞാൻ കണക്കുകളൊന്നും ഉദ്ധരിക്കുന്നില്ല ഈ ചർച്ചയിൽ. നിങ്ങൾ കണക്ക് ചോദിച്ചാൽ ഞാൻ കണക്ക് പറയാം, പക്ഷെ കണക്കിലല്ലല്ലോ കാര്യം. അതുകൊണ്ട് ഞാൻ ആ വെള്ളം എത്തുന്നു,
പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള വീടുകളെത്തുന്നു. അങ്ങനെ 45 കോടി ജനങ്ങൾക്ക്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ആ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. 0 ബാലൻസ് അക്കൗണ്ട്. അതിലേക്ക് 500 രൂപയോ 1000 രൂപയോ ഒക്കെ വരുന്നു. കർഷകർക്ക് 6000 രൂപ കൊടുക്കുന്നു 3 മാസം കൂടുമ്പോൾ. അങ്ങനെ നാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങളെയും ഒരേപോലെ കാണുക. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ട്രിപ്പിൾ തലാഖിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവരിക. അതേസമയത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി അവരുടെ വിവാഹപ്രായം ഉയർത്തുക. അങ്ങനെ ഏതൊക്കെ മേഖലയിലാണോ ഇന്നലെ വരെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയാതെ പോയത്, മറ്റു പല കടമ്പകളെ ഭയന്നുകൊണ്ട്, ഇപ്പം ട്രിപ്പിൾ തലാഖിൻ്റെ കാര്യം നമുക്കറിയാം. ഷബാനു ബീഗം കേസ് മുതൽ ഉണ്ടായിട്ടുള്ളതാ, സുപ്രീം കോടതി പറഞ്ഞതാ. പക്ഷെ പേടിച്ചു പോവുക, അത് പേടിയാ. കാരണം ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിലോ സംഘടിത മതത്തിൻ്റെ ആ പേശിബലത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഭരണകൂടം. നരേന്ദ്രമോദിക്ക് ആ ഭയവുമില്ല. ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾ, അവർ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ജാതി ഏതായാലും മതം ഏതായാലും ആ സ്ത്രീകളെ സംരക്ഷിക്കണം, ആ അമ്മമാരെ സംരക്ഷിക്കണം. അതുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങൾക്ക്, വൃദ്ധരായാലും യുവാക്കളായാലും അമ്മമാരായാലും സഹോദരിമാരായാലും പിഞ്ചു കുട്ടികളായാലും യുവാക്കളായാലും ഗർഭിണിയായാലും ഏതൊക്കെ മേഖലയിലാണോ പരിഷ്കാരം കൊണ്ടുവരേണ്ടത്, പുനരുദ്ധാരണം കൊണ്ടുവരേണ്ടത്, വികസനം കൊണ്ടുവരേണ്ടത്, അതെല്ലാം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നതിൻ്റെ ആത്മവിശ്വാസമാണ് മോദി ഗ്യാരണ്ടി. ഇങ്ങനെ ഈ ആത്മവിശ്വാസമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നൽകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ കേരളത്തിലെ ഭരണം നോക്കുക, നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണം നോക്കുക. ഈ മോഡി ഗ്യാരണ്ടി കേരളത്തിന് വേണോ വേണ്ടയോ, ഇതാണ് ചോദ്യം. ഈ മോഡി ഗ്യാരണ്ടി നാം സ്വീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തന്നെ ആയിരുന്നു തൃശ്ശൂരിലെ ഇന്നത്തെ റാലി എന്നുള്ളതിൽ, ഇന്നത്തെ സമ്മേളനം എന്നുള്ളതിൽ യാതൊരു സംശയവും. ശരി, ഓക്കെ. കെ പി നൗഷാദ് അലി, ഒന്ന്, ബി.ജെ.പി. കേരളത്തിലെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആഘോഷപൂർവ്വം തുടങ്ങിയിരിക്കുന്നു. വളരെ കളർഫുൾ ആയിരുന്നു അത്. മോഡി അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തേത്, ഇത്തവണ ബി.ജെ.പിക്ക് ഒരു മിഷൻ സൗത്ത് ഇന്ത്യ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള ചില സീറ്റുകൾ അവർക്ക് മറ്റു ചില ഇടങ്ങളിൽ നഷ്ടപ്പെടാം. ആ സീറ്റുകൾ അവർക്ക് ബാലൻസ് ചെയ്യേണ്ടത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ബി.ജെ.പിയുടെ ഫോക്കസിലുണ്ട്. കേരളവുമുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ പരമപ്രാധാന്യം നൽകുന്നത് തൃശ്ശൂരാണ് താനും. മോഡിയുടെ ഇന്നത്തെ വരവ് ശരിക്കും ഇളക്കിയിട്ടുണ്ടോ തൃശ്ശൂരിനെ? ബി.ജെ.പി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും നേടാൻ കഴിയുന്ന വിധത്തിൽ പോകുന്നതിന്റെ ഒരു തുടക്കമായി ഇതിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അഭിലാഷ്, ഇവിടെ പറയപ്പെട്ട ഈ മോദി ഗ്യാരണ്ടി, നാരി ശക്തി, അതിനെക്കുറിച്ച് പരാമർശിക്കാതെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ അഭിലാഷോട് പറയുന്നു, ഈ ഉന്നാവിലെ കുൽദീപ് സിംഗ് MLA BJP-കാരൻ മാറ്റി നിർത്താം. ഹരിയാനയിൽ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടും ക്യാബിനറ്റിൽ തുടരുന്ന സന്ദീപ് സിംഗിനെ തൽക്കാലം മാറ്റി നിർത്താം. പിന്നെ ഹത്രാസിലെ ഹതഭാഗ്യയായ പെൺകുട്ടിയെ മാറ്റി നിർത്താം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ബലാത്സംഗികളായ ABVP-കാരെയും തൽക്കാലം വാർത്തകളുടെ ആധിക്യം മൂലം മാറ്റി നിർത്താം. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടി യശസ് പരത്തിയ കായിക താരങ്ങൾക്ക് തങ്ങളുടെ മടിക്കുത്തഴിക്കാൻ നീട്ടിയ കൈകളിൽ ഒരു വിലങ്ങ് വെക്കാൻ വേണ്ടി എല്ലാ സമരവും നടത്തിയിട്ട് അത് പരാജയപ്പെട്ടിട്ട് പാതുകമഴിച്ച് പരസ്യമായി കായിക രംഗം വിടേണ്ടി വരുന്ന ഒരു ഇന്ത്യയെ നിങ്ങൾ ശിലായുഗത്തിലെ ഇന്ത്യയോട് താരതമ്യം ചെയ്യാതെ മറ്റെന്തിനോട് താരതമ്യം ചെയ്യും? ഇവിടെ മണിപ്പൂർ കത്തിയെരിഞ്ഞിട്ട് അസംഖ്യം സ്ത്രീകളുടെ മാനം കവരപ്പെട്ടിട്ട് 2.5 മാസം മൗനം പാലിച്ച് 78ാമത്തെ ദിവസം 36 സെക്കൻഡ് നീണ്ട ഒരു പരാമർശമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അതിന് കാരണമായതോ അവിടെ 3 നഗ്നരാക്കിയ സ്ത്രീകളെ പരേഡ് നടത്തിച്ചിട്ട് മാനം പിച്ച് ചീന്തി കൊന്നു തള്ളിയതിൻ്റെ ചില ദൃശ്യങ്ങൾ വീഡിയോ രൂപത്തിൽ ലോകം മുഴുവൻ വൈറലായപ്പോഴാണ്. ഇവിടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോവിന്റെ കണക്ക് പ്രകാരം 2021 4 ലക്ഷത്തി ചില്ലാനമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ. അതിൽ 34,000 എണ്ണം റേപ്പ് കേസുകളാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ കണക്കിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചൊരു പ്രധാനമന്ത്രിയും ഭരണവുമാണോ ഇവിടെ നാരി ശക്തിയെക്കുറിച്ച് പറയുന്നത്? ഈ രാജ്യത്തെ ഡിജിറ്റൽ ആക്സസ് ഉള്ള സ്ത്രീകളുടെ ശതമാനം 26 മാത്രമാണ്. 4-ൽ 3 സ്ത്രീകൾക്കും അതില്ല. ഈ രാജ്യത്തെ ഇവിടുത്തെ ലേബർ ഫോഴ്സിലെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ അത്
ശ്രീലങ്കക്കും ബംഗ്ലാദേശിനും പിറകിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഗ്യാസ് സിലിണ്ടറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണ്. വിലക്കയറ്റം കൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകൾ പുറത്തുമുട്ടുകയാണ്. ഇവിടെ ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 156-ൽ 140 ഇന്ത്യയുടെ സ്ഥാനം. ഇത്തരത്തിലൊക്കെ പരിതാപകരമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യത്തെ സ്ത്രീകളെ നോക്കിയിട്ട് നാരീശക്തി എന്നൊക്കെ പറയുമ്പോൾ വസ്ത്രമില്ലാത്ത രാജാവിൻ്റെ വസ്ത്രഭംഗിയെ ആ സ്തുതി പാടിയ വിദൂഷകരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിൻ്റെ കാര്യം നിങ്ങളങ്ങ് വിട്ടേക്കുക. തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28.2% BJPക്ക് കിട്ടിയ വോട്ട്. അവിടെ ജയിച്ച പ്രതാപന്റെ വോട്ട്, കോൺഗ്രസിന്റെ വോട്ട് 39.9%. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി വന്നിരുന്നു. കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കോഴിക്കോട്ടും വന്നിരുന്നു, കൊച്ചിയിലും വന്നിരുന്നു, തിരുവനന്തപുരത്തൊക്കെ വന്നിരുന്നു. അദ്ദേഹം പല തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടും വന്നിട്ടുണ്ട്. അതിലെ മറ്റൊരു വരവ് എന്നതിൽ കവിഞ്ഞ് ഒരു തരത്തിലുള്ള പ്രതിഫലനം ഇതുണ്ടാക്കില്ല. ഒരു കാര്യം കൂടി അഭിലാഷേ, ഇവിടെ കർണാടകയിൽ നരേന്ദ്രമോദി 19 റാലിയിലും 7 റോഡ് ഷോയിലും പങ്കെടുത്തു. അവസാനത്തെ റോഡ് ഷോ 27 കിലോമീറ്റർ നീണ്ടതായിരുന്നു. ഇവിടെ തെലങ്കാനയിലെ നരേന്ദ്രമോദി 16 പൊതുയോഗങ്ങളിൽ 16 റാലികൾ ഉൾപ്പെടെയുള്ള പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. എന്തായി അവിടുത്തെ റിസൾട്ട്? BJP വർഗീയ രാഷ്ട്രീയം പരീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവർ ജയിക്കും, അല്ലാത്ത സ്ഥലങ്ങളിൽ തോൽക്കും. അല്ലാതെ നരേന്ദ്രമോദി അവിടെ പോയത് കൊണ്ടോ റോഡ് ഷോ നടത്തിയത് കൊണ്ടോ പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടാകണമെങ്കിൽ കർണാടകയിലും തെലങ്കാനയിലൊക്കെ അവർ ജയിക്കണ്ടേ? അഭിലാഷ, ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കർണാടകയിലും തെലങ്കാനയിലും ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട പോൾ ഏജൻസികൾ ആക്സിസ് മൈൻഡേയും അതുപോലെ തന്നെ CSDSും വിലയിരുത്തിയിട്ടുള്ള കാര്യം, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 10% വ്യത്യാസം പോലും പ്രത്യേകിച്ച് മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വനിതാ വോട്ടർമാരുടെ കാര്യത്തിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോൾ ഏജൻസികൾ പറയുന്നു. അതിന് അതാത് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉള്ള നമ്മളിപ്പോൾ മധ്യപ്രദേശിനെ എടുക്കുകയാണെങ്കിൽ ലാഡ്ലി ലഹന പോലെയുള്ള പരിപാടികൾക്ക് അതിൽ റോൾ ഉണ്ട് താനും. ഇവിടെ ഇപ്പോൾ വനിതാ സംവരണം നടപ്പാക്കിയതിന് ശേഷമാണ് നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പൊ നോക്കൂ, കേരളത്തിന്റെ പരിച്ഛേദം എന്ന് പറയാവുന്ന വിധത്തിൽ ഇപ്പോൾ ശോഭന, മിന്നുമണി തുടങ്ങി മറിയക്കുട്ടി ചേട്ടത്തി വരെ അവരുടെ സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവിടെ BJPയെ സംബന്ധിച്ചൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വഴി അവരുടെ കേരളത്തിലെ പരമ്പരാഗത രീതികൾക്ക് അപ്പുറത്തൊരു പ്ലാൻ അവർക്കുണ്ട് എങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പോഴേ ആത്മവിശ്വാസം കൊള്ളണോ? അല്ല അഭിലാഷ, ഇവിടെ നിങ്ങൾ ഈ വനിതാ റിസർവേഷൻ ബില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. നരേന്ദ്രമോദി 9 വർഷം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ട് അദ്ദേഹം അത് എവിടെയെങ്കിലും അവതരിപ്പിക്കാൻ ശ്രമിച്ചോ? ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അദ്ദേഹം വനിതാ ബില്ലുമായി മുന്നോട്ട് വരുന്നു. അതെന്ന് നടപ്പിൽ വരുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും യാതൊരു തിട്ടമില്ല. ഇത്തരത്തിലൊക്കെയുള്ള പുകമറകൾ മുന്നിൽ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ക്ഷണികമായിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പറ്റിക്കാൻ പറ്റും. എപ്പോഴും എല്ലാവരെയും പറ്റിക്കുക സാധ്യമല്ല. നിങ്ങൾ ഈ റാലിയിലൊക്കെ ഉള്ള 1-2 പേരുടെ പ്രാതിനിധ്യം ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ കേരളത്തിലെ സ്ത്രീകളെയുമായി താരതമ്യപ്പെടുത്തി സാമാന്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ബാലിശമാണ് അഭിലാഷ്. അതൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോളും, കഴിഞ്ഞു പോയിക്കോളും. ഇവിടെ നരേന്ദ്രമോദി കടന്നു വന്നിട്ട് വിജയിക്കണമെങ്കിൽ ഹിമാചലിലും കർണാടകയിലും തെലങ്കാനയിലൊക്കെ വിജയിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞതുപോലെ ചില ഇടങ്ങളിലൊക്കെ സ്ത്രീകളെ ഇത്തരത്തിലൊക്കെയുള്ള പ്രചണ്ഡമായ പ്രചാരവേലകളിലൂടെ ഗീബൽസിയൻ തന്ത്രങ്ങളിലൂടെയൊക്കെ അവർ 1-2 തവണയൊക്കെ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടാകാം. അതൊന്നും ശാശ്വതമല്ല, സ്ഥായിയായ ഒന്നല്ല. ഏതായാലും നമുക്കിതൊക്കെ കാണാൻ പോണ പൂരമാണല്ലോ. ഒരു കാര്യം കൂടെ അഭിലാഷേ, 67 വർഷത്തെ കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ BJPക്ക് ഒരു നിയമസഭാ സീറ്റ് മാത്രമാണ് ഇന്നവരെ ലഭിച്ചത്. ഒരു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 10-20 കൊല്ലം മുമ്പ് ഭരിച്ചതിന് ശേഷം അവർക്ക് ഇന്നവരെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ല. അത്തരത്തിലൊരു പാർട്ടി ഇവിടെ പരമാവധി അവരുടെ ഭാഗ്യമൊക്കെ ഇന്നത്തെ ദേശീയ അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പരീക്ഷിക്കാൻ നോക്കും. അതവർ ചെയ്യുന്നു എന്നതിന്റെ അപ്പുറത്ത് ഒരു തരത്തിലുള്ള വാർത്താ പ്രാധാന്യവും അതിനില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന വലിയ മോഹങ്ങളും BJPക്കാർക്ക് വേണ്ട. അത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അഭിലാഷേ, ഇതിനെയൊക്കെ ഒരു സാധാരണ ഒരു ഗിമ്മിക്കായിട്ട് ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി എന്നതിന്റെ അപ്പുറം ഒരു പ്രധാനമന്ത്രി വരുന്നതിന്റെ വാർത്താ പ്രാധാന്യം ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് ഒരു തരത്തിലുള്ള ചലനവും കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നാരീശക്തിയെ കുറിച്ചിട്ടുള്ള വിശകലനം മാത്രം മതി കേരളത്തിലെ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ഉണ്ടാക്കില്ല കോൺഗ്രസ് പറയുന്നത്. ശ്രീ അനിൽകുമാർ,
നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇവിടുത്തെ സ്ത്രീകളെ വഞ്ചിച്ചു എന്നുള്ളതാണ്, സ്ത്രീകളെയും ജനങ്ങളെയും വഞ്ചിച്ചു എന്നുള്ളതാണ്. പേരിൽ മാത്രമേ ഈ കൂട്ടർക്ക് വ്യത്യാസമുള്ളൂ. ഈ കൂട്ടർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അഴിമതി, അതിക്രമം, സ്വജനപക്ഷപാതം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് എന്ന് ആക്ഷേപിക്കുന്നു. BJPക്ക് മാത്രമേ ഡെലിവർ ചെയ്യാൻ കഴിയൂ. BJP പറയുന്ന ഗ്യാരണ്ടി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന നരേന്ദ്രമോദി പറയുന്ന ഗ്യാരണ്ടി നിങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളോട് നരേന്ദ്രമോദി പറയുന്നത്. BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് തോന്നുന്നു CPM-ന്? അദാനിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണല്ലോ നരേന്ദ്രമോദി. ഇന്ന് ഹിൻഡൻബർഗുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ വന്നിട്ടുണ്ട്. കോടതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസിയെ വെച്ചിട്ടില്ല. അദാനിക്ക് ആശ്വാസമെന്നാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്താൻ എന്ത് നടപടിയാണ് ഈ പ്രധാനമന്ത്രി എടുത്തത്? എന്നിട്ട് സെബിയുടെ പേരിൽ ഒളിച്ചു കളിക്കുകയാണ്. ആ മാന്യനാണ് തൃശ്ശൂർ വന്ന് നിന്ന് അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണോ മലയാളികൾ എന്നുള്ളത് BJPക്കാർ ആലോചിക്കണം. പിന്നെ സ്ത്രീ ശക്തിയെക്കുറിച്ച് പറയാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണ്. അതിന് കാരണം ഈ കേരളത്തിലാണ് കഴിഞ്ഞ 20 കൊല്ലക്കാലമായി 50% സ്ത്രീ സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ. 50% എന്ന് പറഞ്ഞാൽ 6 കോർപ്പറേഷനിൽ 3 മേയർമാർ സ്ത്രീകളായിരിക്കും. മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലും 50% അധ്യക്ഷന്മാർ സ്ത്രീകളായിരിക്കും. ജനപ്രതിനിധികൾ മാത്രമല്ല, അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ സ്ത്രീകളായിരിക്കും. സ്ത്രീകൾക്ക് അധികാരം കൊടുത്തു കേരളത്തിൽ. അവിടെ വന്ന് പറയണം നാരീശക്തിയെക്കുറിച്ച്. പിന്നെ മറ്റൊന്നാണ്, ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചൊരു സ്ഥലം കേരളമല്ലേ? 27 കൊല്ലം പൂർത്തിയാകുന്ന കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീകളുടെ വരുമാന വളർച്ചയിൽ വരുത്തിയ പങ്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അത് മാതൃകയാണെന്ന് ലോകം അംഗീകരിക്കുന്നുണ്ടല്ലോ. അവിടെ വന്ന് നരേന്ദ്രമോദി പറയണം സ്ത്രീ ശക്തിയെക്കുറിച്ച്. പിന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ നന്നായി ജോലിയെടുക്കുന്നതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തുന്ന പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഏക സ്ഥലം കേരളമാണ്. ഒരേ ഒരു സ്ഥലം കേരളമാണ്. ഇവിടെ ചില ആളുകൾ നമ്മൾ കണക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം ഉണ്ടാക്കുമ്പോൾ കണക്ക് കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ള ഏക സ്ഥലം കേരളമാണ്. ഇന്ന് അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ കേരളത്തിൽ വന്നിട്ടാണ് നരേന്ദ്രമോദി അക്കാമ ചെറിയാനെ കുറിച്ച് പറയുന്നത്. ആരാ അക്കാമ ചെറിയാൻ? CP രാമസ്വാമിയർക്ക് പിന്തുണ കൊടുത്തവരാണ് മോദിയുടെ മുൻഗാമികൾ, സവർക്കർ. ആ CP രാമസ്വാമിയർക്കെതിരെ രാജ്ഭവനിലേക്ക് CP വിലാസത്തിലേക്ക് ജാഥ നയിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ പേര് പാട്ടത്തിനെടുത്തോ നിങ്ങൾ? എവിടുന്ന് കിട്ടി മോദിക്ക് അക്കാമ ചെറിയാന്റെ പേര്? എന്നിട്ട് സ്ത്രീശക്തി, നാരീശക്തി കൊള്ളാം. പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കും. അതെ, 3 ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയയുടെ ഇടമാണ് പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പോകാൻ അവകാശപ്പെട്ടയാൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. അതിന്റെ ഉദ്ഘാടകനാകാൻ അവകാശപ്പെട്ടത് ഒരു സ്ത്രീയാണ്. അവരവിടെ പോയിട്ടില്ല, അവരെ പാർലമെന്റിൽ കയറ്റൂല. എന്നാൽ അയോധ്യയിലോ ഇവര് അമ്പലത്തിന്റെ ഉദ്ഘാടനമല്ലേ? എന്നാൽ ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വനിതയാണ്. നമുക്ക് വാൽമീകിയുടെ രാമായണമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് ദ്രൗപദി മുർമുവിന് അവിടെ തൊട്ടുകൂടായ്മ വരുന്നത്? ഒരു സ്ത്രീ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരിക്കുന്ന അവകാശപ്പെടുമ്പോൾ ഇരട്ടത്താപ്പാണ്. എന്നിട്ടോ മോദി ഡെലിവർ ചെയ്തു. ആരാ മോദി? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കി. എവിടെ പറഞ്ഞ വാഗ്ദാനം നടപ്പാക്കിയത്? ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം. ജെൻഡർ ഇക്വാലിറ്റിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 140-ൽ 127. ലോകത്തെ ജെൻഡർ ഇക്വാലിറ്റിയിൽ 140-ൽ 127 ഇന്നത്തെ സ്ഥാനമാണ്. അതാണ് കേരളത്തിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ദയവായി ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് ചോദിക്കുക. മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ പോയില്ല? ഈ ജനുവരി 1-നും 2-നും കൊലപാതകം നടന്നു. നിങ്ങൾ അവിടെ പോയോ? ബഹുമാനപ്പെട്ട മോദി കേരളത്തിലേക്ക് വരുമ്പോൾ നേരെ അങ്ങോട്ടല്ലേ പോകേണ്ടത്? എന്തുകൊണ്ട് പോയില്ല? അവസാനമായിട്ട് മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വാരണാസിയിൽ അവിടെ IIT
ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്തു 3 മാസം മുമ്പ് ക്യാമ്പസിനകത്ത് കയറി. ആരാണത്? അത് ബഹുമാനപ്പെട്ട മോഡിയുടെ കൂടെ നിൽക്കുന്ന ചിത്രത്തിൽപ്പെട്ട IT സെല്ലിന്റെ തലവന്മാർ. ആരൊക്കെയാണ്? കുനാൽ പാണ്ഡെ, സാക്ഷ്യം പട്ടേൽ, അഭിഷേക് ചന്ദ്രഹാർ. അദ്ദേഹം ആദിത്യനാഥിന്റെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ സെപ്റ്റംബർ മാസം സംഭവം ഉണ്ടായിട്ട് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും UP-യിലെ പോലീസ് പിടിക്കാൻ നാളത്ര എടുത്തു. അപ്പൊ അതിനർത്ഥം എന്താണ്? സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വാരണാസി മാതൃക, ഇന്ത്യയിലെ UP മാതൃക കേരളത്തിനില്ല. അവിടെയാണ് അഭിമാന പുരസ്സരം പറയുന്നത്. ലാസ്റ്റായിട്ട് ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, ഈ സ്വർണ്ണ കള്ളക്കടത്ത് എവിടെയാ നടന്നത്? ബഹുമാനപ്പെട്ട മുരളീധരന്റെ ആഫീസിലാണ് നടന്നതെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് എവിടെയാ നടന്നതെന്ന് നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? നയതന്ത്ര ചാനലിലൂടെ അല്ല കള്ളക്കടത്തെന്ന് ബഹുമാനപ്പെട്ട മുരളീധരൻ പറഞ്ഞു. നയതന്ത്ര ചാനലിലൂടെയാണ് കള്ളക്കടത്ത് നടന്ന് കസ്റ്റംസ് തെളിയിച്ചു. അപ്പോൾ കള്ളക്കടത്തിന്റെ ഉത്തരവാദിത്വം മുരളീധരനാണെന്ന് മുരളീധരനെ ഇരുത്തിക്കൊണ്ട വേദിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ശരി, ഓക്കെ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാഷ്ട്രീയം പറയും. ഇവിടെ കൃത്യമായും BJP-യെ സംബന്ധിച്ചുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിന് അപ്പുറത്തെ കേരളത്തിൽ സീറ്റുകളുണ്ടോ? ഇവിടെ ഇപ്പം നരേന്ദ്രമോദി വരുന്നു, നരേന്ദ്രമോദി ഇവിടെ പ്രചരണം ആരംഭിക്കുന്നു. സുരേഷ് ഗോപി അതിലൊരു പ്രധാനപ്പെട്ട പങ്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വിഷ്വലിലൊക്കെ സുരേഷ് ഗോപിക്ക് ഒരു പ്രധാനപ്പെട്ട റോള് കിട്ടുന്നു. ഇതുകൊണ്ടൊക്കെ പൊളിറ്റിക്കലി ഒരു മണ്ഡലം ജയിക്കാനുള്ളതായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷേ, കേരളത്തിൽ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്. ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ല. കേരളത്തിൽ ഞങ്ങൾ ഒരു MP ഇന്ന് വരെ ജയിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു പ്രാവശ്യമാണ് നിയമസഭയിൽ ജയിച്ചത്, അത് പിന്നീട് പോയി. ഞങ്ങളൊരു വലിയ പാർട്ടിയാണ്, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അട്ടിമറിക്കുന്ന വലിയ പാർട്ടിയാണെന്നുള്ള അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ അവകാശവാദങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അവകാശവാദങ്ങൾ തെറ്റാണ്. അവരൊന്നാം തരം കള്ളന്മാരാണ്. കിട്ടുന്നതൊക്കെ മാസപ്പടിയിൽ അടിച്ചു മാറ്റി മകൾക്കും മരുമകനും അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും അടിച്ചു കൊടുക്കുന്നവരാണ്. കിട്ടുന്നതൊക്കെ പോക്കറ്റിലിട്ട് ലോകം മുഴുവനും കക്കാൻ നടക്കുന്നവരാണ് എന്നൊക്കെയുള്ള കൃത്യമായ ബോധനം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതാണ് ഇന്ന് തൃശ്ശൂരിലെ ഈ പൊരിവെയിലത്ത് ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരവത്തിൽ പ്രതിഫലിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ കുടുംബശ്രീക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ തൊഴിലുറപ്പുകാരെ ഭീഷണിപ്പെടുത്തി തൊഴിൽ കളയും എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ഹരിതസേനയുടെ പിൻബലത്തിൽ ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ ഇവിടെ പല സഭകളും ഉണ്ടാക്കിയത്. ഞങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ കയറി നരേന്ദ്രമോദി വരുന്നു, നിങ്ങൾ വരണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. ജനങ്ങൾ കൂട്ടത്തോടെ ഒഴുകിയെത്തി. അതാണ് യഥാർത്ഥത്തിലെ ജനനേതാവ്, ജനനായകൻ. പക്ഷെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ സുഹൃത്താണ് അനിൽകുമാറെ, കേരളം നന്നായി പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം എല്ലാ മേഖലയിലും തഴച്ചു വളരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ നിങ്ങളുടെ ഭരണത്തിൽ നമ്മൾ തഴച്ചു വളരുകയല്ല, തകർന്ന് നശിക്കുകയാണ്. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് ജീവൻ രക്ഷാ ദൗത്യം നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. എന്ന് മാത്രമല്ല, 80 വയസ്സായ ഒരു സ്ത്രീ പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കാൻ എന്തെങ്കിലും ഒന്ന് തരണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. എന്നെക്കൊണ്ട് നിങ്ങളത് പറയിപ്പിക്കല്ലേ. ഇവിടെ വിദ്യാഭ്യാസം മുതൽ സാംസ്കാരിക മേഖലയും കാർഷിക സകല മേഖലകളും തകർന്നില്ലേ? 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് സ്വന്തം പേര് എല്ലാ വിഷയത്തിലും എല്ലാ ഭാഷയിലും എഴുതാൻ അറിയാത്ത ആളുകളാണ് എന്ന് പറഞ്ഞത് ആരാ? വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ എല്ലാ മേഖലയും തകരുകയാണ്. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യം അത് ഈ കേരളമാണ്. ഞാൻ ഈ കേരളം നന്നാവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഈ കേരളം നന്നാവണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. നരേന്ദ്രമോദിയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഒരു പാദം മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നത്. അതിന് നിങ്ങൾ പറയുന്നത് എന്താ? അതിന് ഹരിയാനയുടെ കാര്യം പറയുക, അതിന് ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പം തീർക്കാം, 1 മിനിറ്റ് വന്നാൽ മതി. ഹരിയാനയുടെ കാര്യം പറയാ, UP-യുടെ കാര്യം പറയാ. ചങ്ങാതി, വാളയാർ മോഡലിനെ കുറിച്ച് നമ്മൾ മറക്കരുത്. ഇടുക്കി മോഡലിനെ കുറിച്ച് നമ്മൾ മറക്കരുത്.
കൊറോണയുടെ സമയത്ത് ആംബുലൻസിലേക്ക് കൊണ്ടുപോയ സ്ത്രീയെ വഴിയിലിട്ട് ബലാത്സംഗം ചെയ്ത നാടാണ് നമ്മുടെ നാട്. വാളയാർ മോഡൽ ഞാൻ പറയുന്നുണ്ടല്ലോ, സഖാക്കന്മാർക്ക് എന്തു ആവാം, സഖാക്കന്മാർക്ക് ആരെ വേണേൽ ബലാത്സംഗം ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഇനി സഖാക്കന്മാർ ബലാത്സംഗം ചെയ്താൽ പരാതി പോലുമില്ല. ആ പരാതി അത് ഉഗ്രപീഡനമാണോ, അത് ശാന്തപീഡനമാണോ, അതോ അത് പീഡനം സെമിയാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ടീമിനെ ഇറക്കും. നാണോ ഇല്ലേ എൻ്റെ പൊന്ന അനിൽകുമാറെ? ഇതൊരു മഹത്വമായിട്ട് പറയാൻ ഇതൊരു മഹത്വമല്ല. പിന്നെ അനിൽകുമാർ ഈ വല്ലാത്ത അസൂയയും വിഷമമൊക്കെ ഉണ്ടാവും BJP വളരുന്നതിൽ. എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾ അസൂയയും വിഷമമൊക്കെ ഉണ്ടാവും. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുമ്പോൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അസൂയയ്ക്ക് മരുന്നുണ്ട്. അത് 24-ലെ തെരഞ്ഞെടുപ്പിൽ തരാം. ഒരു വാക്കും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. അത് വേറൊന്നുമല്ല, എൻ്റെ നൗഷാദ് എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? കർണാടകയിൽ ഞങ്ങൾ കണ്ടില്ലേ, കർണാടകയിലെ വോട്ട് പെർസെൻറ്റേജ് പോയി പഠിക്കേ, അപ്പോൾ അറിയാം നരേന്ദ്രമോദിക്കാണോ കോൺഗ്രസിനാണോ എന്ന്. അതുമാതിരി തെലങ്കാനയിൽ BJP വളർന്നോ ഇല്ലയോ എന്നുള്ളത് പോയി പഠിക്കേ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 4/3 ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയല്ലേ? ഏതാണ്ട് 10-65 കൊല്ലം ഇന്ത്യ ഭരിച്ച പാർട്ടിയല്ലേ? ഇന്ന് 60 പേര് തികച്ചുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ? നിങ്ങൾ നാമാവിശേഷമായില്ലേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും? ശരിയാണ്, നിങ്ങൾക്ക് കുറേ വോട്ടും കുറേ ആളുകൾ കേരളത്തിലുണ്ട്. അത് അധിക കാലം ഉണ്ട് എന്ന് വിചാരിക്കേണ്ട. അവിടെ ആ മലപ്പുറത്തെ ലക്ഷ്മണരേഖയുണ്ടല്ലോ, സമസ്തയുടെ ലക്ഷ്മണരേഖ. ആ സമസ്തയുടെ ലക്ഷ്മണരേഖയുടെ ഉള്ളിലാ നിങ്ങൾ, നട്ടെല്ല് പണയം വെച്ചവരാ നിങ്ങൾ. അധിക കാലം ആയസില്ല കേരളത്തിൽ. എനിക്ക് ഇത്രേ അതിനോട് മറുപടി പറയാനുള്ളൂ. ശരി 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 ശ്രീ KP നൗഷാദ് അലി, ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് നാഗ്പൂരിലാണ്. അത് ചരിത്രപരമായി നോക്കിയാൽ അതിന് പല ഘടകങ്ങളുണ്ട്. വേണമെങ്കിൽ അത് RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന അവരുടെ തട്ടകത്തിൽ പോയി തുടങ്ങിയെന്ന് പറയാം. അംബേദ്കറുടെ പ്രതിനിധാനവും മഹാരാഷ്ട്രയിൽ നിന്ന് അല്ലെങ്കിൽ നാഗ്പൂരിൽ നിന്ന് തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് അവിടെ നിന്ന് തുടങ്ങി. ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ആണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പോയിന്റ്. ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റ് ആണ്. ഞങ്ങൾ BJPയെ നേരിടുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത് പോലെയാണോ എല്ലാ കാര്യങ്ങളും നടക്കുക എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും രാഹുൽ ഗാന്ധി അങ്ങനെ പ്രഖ്യാപിച്ചു. ഇവിടെ മോദി അദ്ദേഹത്തിന്റെ എൻ്റെ ഗ്യാരണ്ടിയാണ് എൻ്റെ വോട്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. എൻ്റെ ഗ്യാരണ്ടിയിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് ജനങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് മോദി വേഴ്സസ് രാഹുൽ എന്നുള്ള നിലയിലുള്ള പോരാട്ടമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തപ്പെടുമോ? ഇവിടെ അഭിലാഷേ, ഇവിടെ ഈ വേഴ്സസ് എന്നൊരു സംജ്ഞയിലേക്ക് നമ്മൾ പോയിട്ട് ഈ പോരാട്ടത്തെ ചുരുക്കേണ്ടതില്ല. ഇത് ഒരു ആശയപരമായ പോരാട്ടം തന്നെയാണ്. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. അതിൽ BJP ഒരു വശത്തും മറിച്ച് ആശയമുള്ള മുഴുവൻ കക്ഷികളും മറുവശത്തുമായിട്ടാണ് ഈ രാജ്യത്ത് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടം പുരോഗമിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ നേതാവൊക്കെ കൃത്യസമയത്ത് വരും. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞൊരു ആക്ഷനാണല്ലോ, നമ്മളൊരു പൊസിഷനിലേക്ക് അതിനെ ചുരുക്കേണ്ടതില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ പറയുന്ന, ഞാൻ വീണ്ടും ഈ ഗ്യാരണ്ടിയെക്കുറിച്ചും ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഈ വാഗ്ദാനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എത്രമാത്രം പൊള്ളയാണിത് എന്ന് നിങ്ങൾ അതിലേക്കൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ മനസ്സിലാവും. ഇവിടെ 9 കോടി ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യമായിട്ട് വനിതകൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ 9 കോടിയിൽ 90 ലക്ഷം വനിതകളും ഒരു തവണ പോലും അത് റീഫിൽ ചെയ്തിട്ടില്ല. അതിൽ 6 കോടി വനിതകൾ 3 തവണ മാത്രമാണ് അവരുടെ ലബ്ധിക്ക് ശേഷം അത് റീഫില്ല് ചെയ്തത്. കാരണം ഈ വലിയ തുക കൊടുത്തത് മേടിച്ചതിന് ശേഷം ബാങ്കിലേക്കാണ് ഈ സബ്സിഡി വരുന്നത്. ഒരാൾക്കും ഒരു ഉപയോഗമില്ലാത്ത ഒന്നായിട്ട് ആ പദ്ധതി മാറി. ഇവരാകെ പറയുന്നൊരു പദ്ധതി അതാണ്. ബാക്കി എല്ലാ രംഗവും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഞാൻ നേരത്തെ അത് വളരെ വിശദീകരിച്ച് പറഞ്ഞു. അതിനൊന്നും BJPയുടെ സ്നേഹിതൻ ഗോപാലകൃഷ്ണന് പ്രത്യേകിച്ച് ഉത്തരമില്ലാത്തതിനാൽ ഞാനത് വിടുകയാണ്. അതുകൊണ്ട് ഇത്തരം പൊള്ളയായ നാടകങ്ങൾ ഒരു പക്ഷേ ചില സമയത്തേക്ക് ഇവരുടെ മിടുക്ക് കാരണം കുറച്ച് ആളുകളെയൊക്കെ ആകർഷിച്ചേക്കാം എന്നതിൽ കവിഞ്ഞിട്ട് ഒരു പ്രത്യേകതയും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ നേരത്തെ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇവിടെ തെക്കേ ഇന്ത്യയിലേക്ക് BJP കേന്ദ്രീകരിക്കുകയാണ്, വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ നഷ്ടപ്പെടാൻ ഇടയുള്ളത് ഇവിടെ നിന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതായിരിക്കാം പ്രധാനമന്ത്രിയുടെ പദ്ധതി. തെക്കേ ഇന്ത്യൻ ഇലക്ഷൻ ഗെയിം പ്ലാൻ ഈസ് സ്റ്റാർട്ടഡ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ 28 പാർലമെന്റ് സീറ്റുള്ള കർണാടകയിൽ 27 സീറ്റ് അല്ലെങ്കിൽ 26 സീറ്റും ഇവിടെ BJPയുടെ കയ്യിലാണ്. അവിടെ അവർ പുറകോട്ട് പോകുമോ ഇനി അതോ മുമ്പോട്ട് പോകാൻ വല്ല ഇടമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ യുക്തിക്ക് വിട്ടുതരുന്നു. കേരളത്തിലെ കാര്യം നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലെ കാര്യം വളരെ ഭംഗിയായിട്ടറിയാം. അവർക്കുള്ള മുന്നണി അവിടെ ഇല്ലാതായിരിക്കുകയാണ്. തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട്
കോൺഗ്രസ് അവിടെ അധികാരത്തിലേറിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തെക്കേ ഇന്ത്യയുടെ പ്ലാനിനെ കുറിച്ച് കൂടുതൽ വിശദമാക്കേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BJPയുടെ 50% സീറ്റെങ്കിലും ഈ തെക്കേ ഇന്ത്യയിൽ കുറയാൻ പോവുകയാണ്. സമാനമായിട്ട് പശ്ചിമ ബംഗാളിൽ കുറയും, മഹാരാഷ്ട്രയിൽ കുറയും, ബീഹാറിൽ കുറയും, അതുപോലെ തന്നെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള അസസ്മെന്റ് അനുസരിച്ച് BJPക്ക് കഴിഞ്ഞ തവണതിനേക്കാൾ സീറ്റ് കുറയാൻ ഇടയുള്ള സംസ്ഥാനങ്ങൾ 1 പശ്ചിമ ബംഗാൾ, 2 ബീഹാർ, 3 മഹാരാഷ്ട്ര. ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമാണ്. അപ്പൊ അതിൽ നിന്നാണ് ബാലൻസ് ചെയ്യേണ്ടത്. ഇനി വടക്ക് കൂടുതൽ വളരാനില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ സീറ്റും അവർക്കാണ്. അപ്പൊ ഈ തെക്കേ ഇന്ത്യയിൽ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 1 സീറ്റ് മതി. തമിഴ്നാട്ടിൽ 1 or 2 സീറ്റ് പിടിക്കുക. അവർ കന്യാകുമാരിയൊക്കെ മുമ്പ് ജയിച്ചിട്ടുണ്ട്. കർണാടക നോക്കൂ, കർണാടക നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമല്ലേ? സി വോട്ടറിന്റെ ഏറ്റവും അവസാനത്തെ സർവേ പറയുന്നത് 25 സീറ്റ് വരെ കർണാടകയിൽ നിങ്ങൾ ഭരിക്കുന്നിടത്ത് 28-ൽ 25 സീറ്റ് വരെ BJP നേടാമെന്നാണ്. തെലങ്കാനയിൽ അവർക്ക് 4-5 സീറ്റ് കിട്ടാൻ പോലുമുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2-3 അല്ലെങ്കിൽ 4-5 ആയാൽ പോലും നമ്പർ കൂടും. അപ്പോൾ ഈ പറഞ്ഞ തൃശ്ശൂർ സീറ്റിന് അല്ലെങ്കിൽ തിരുവനന്തപുരം സീറ്റിന് പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ കന്യാകുമാരിക്ക് അല്ലെങ്കിൽ വേറൊരു സീറ്റിന് പ്രാധാന്യമുണ്ട്. നമ്മൾ അങ്ങനെ ഒന്നുമില്ലാന്ന് വിചാരിക്കണ്ട. അല്ല അഭിലാഷ്, ഇവിടെ ഈ നിങ്ങൾ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി വേണം ഇത് പറയാൻ. തമിഴ്നാട്ടിൽ AIDMKയുടെ സഖ്യകക്ഷിയായിരുന്നു BJP. ഇന്ന് ആ സഖ്യം അവിടെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടും BJP അവിടെ ശൂന്യതയിൽ നിന്ന് സീറ്റുകൾ നേടുമെന്നാണ് താങ്കളുടെ വാദമെങ്കിൽ എനിക്കതിന് മറുപടിയില്ല. BJP എന്ന പാർട്ടിയുടെ തന്ത്രങ്ങളെ കുറിച്ച് കോൺഗ്രസിന് അല്ലെങ്കിൽ വേറെ ആർക്കാണ് അത് അറിയേണ്ടത്? ഇന്നിപ്പോ തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ തമിഴ് ഭാഷയിൽ നരേന്ദ്രമോദി നമ്മുടെ മരിച്ചുപോയ സിനിമാ നടൻ ക്യാപ്റ്റൻ വിജയകാന്തിനെ കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് കേട്ടോ. DMDK അവർ അരുക്കാക്കാൻ ശ്രമിക്കുകയാണ്. AIADMK ഡിസിന്റഗ്രേറ്റ് ചെയ്തു. DMK ഫോഴ്സസിനെ മുഴുവൻ തങ്ങളിലേക്ക് ആക്കുക എന്നുള്ള രാഷ്ട്രീയം അവരെ സംബന്ധിച്ചുണ്ട്. എപ്പോഴും ഒന്നും കൂട്ടിയാൽ 2 ആവില്ല. അഭിലാഷ്, ഇവിടെ BJPക്കാരും നരേന്ദ്രമോദിയും അവരുടെ നേതാക്കളും ഒക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ പയറ്റും. നിങ്ങൾ അതൊക്കെ എന്തോ അമാനുഷികമാണ്, അസാധാരണമാണ്, അനിഷേധ്യമാണ്, അനിതര സാധാരണമാണ് എന്നൊക്കെ സ്വയം സങ്കല്പിച്ചിട്ട് ഓരോരോ ആ ഊഹങ്ങളിൽ എത്തിച്ചേരുന്നതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ യുക്തിസഹമായിട്ടാണ് മറുപടി പറയുന്നത്. സി വോട്ടർ 25 സീറ്റാണ് കർണാടകയിൽ എന്ന്, അത് ശരിയാണ് എന്ന് സപ്പോസ് നിങ്ങൾ വെക്കുക. അവിടെ BJP പുറകിലോട്ട് പോയി എന്നുള്ളതാണ് അർത്ഥം. ഈ സി എന്ന് പറഞ്ഞ TV ഒക്കെ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു BJP വിരുദ്ധ വാർത്ത കൊടുത്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. തെലങ്കാന എന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ഒരു പുതുജീവനെടുക്കുകയാണ് വരും മണിക്കൂറുകളിൽ എന്ന് നിങ്ങൾക്കറിയുള്ള കാര്യമാണ്. അപ്പോൾ BJPയും നരേന്ദ്രമോദിയും ഒക്കെ തമിഴ്നാട്ടിലെ തമിഴ് ഭാഷയിൽ ഒരു ലേഖനം എഴുതി, തെലുങ്കിലൊരു ലേഖനം എഴുതി, കന്നഡയിലൊരു ലേഖനം എഴുതി എന്നൊക്കെ വെച്ച് ആ സംസ്ഥാനങ്ങളൊക്കെ തൂത്തുവാരും എന്നാണ് കണക്ക് അവകാശവാദമെങ്കിൽ അതിന് മറുപടി പറയുക സാധ്യമല്ല. നമുക്ക് രാഷ്ട്രീയം മുൻനിർത്തി യുക്തിസഹമായിട്ട് ഒരു വാദം നടത്തിയിട്ട് നമുക്കൊരു കാര്യത്തിൽ നിഗമനത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ 50% സീറ്റ് കുറയുമെന്നുള്ളത് ഞാനൊന്ന് വെട്ടിച്ചുരുക്കാം. ഒരു 1/3 സീറ്റെങ്കിലും BJPക്ക് തെക്കേ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു കോൺഗ്രസ്സുകാരനായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ 1/3 സീറ്റ് BJPക്ക് നഷ്ടപ്പെടും. ശരി, ഞാൻ നേരത്തെ പറഞ്ഞത് സി TVയെ കുറിച്ചല്ല, സി ന്യൂസിനെ കുറിച്ചല്ല, ഇലക്ഷൻ അനാലിസിസ് നടത്തുന്ന സി വോട്ടർ എന്ന സ്ഥാപനത്തെ കുറിച്ചാണ്. അവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ തർക്കം. ശ്രീ അനിൽകുമാർ, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് CPM വേഴ്സസ് BJP എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ഇപ്പൊ ഗവർണർ വിഷയത്തിലടക്കം നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമുണ്ട്. നിശ്ചയമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് സമാനമായി BJPയെ നേരിടാൻ ആര് മികച്ചത് എന്ന ചോദ്യം വരാം. ആർക്കാണൊരു സർക്കാർ ഉണ്ടാക്കാനുള്ള സാഹചര്യം, സാധ്യത എന്ന ചോദ്യം വരാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നാഷണൽ നറേറ്റീവിലാണ് ഇലക്ഷൻ നടക്കുക. അതിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് നോക്കിയാൽ അത് നിശ്ചയമായും കോൺഗ്രസിനാവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ CPMനെ സവിശേഷമായി കടന്നാക്രമിച്ചിട്ടില്ല പ്രധാനമന്ത്രി. ശരിയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് ആരുടെ ഓഫീസ് വഴിയാണെന്ന് ചോദിച്ചു എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിനെയും CPMനെയും അവർ ഒരേപോലെ ഇന്ത്യ അലയൻസ് എന്നുള്ള നിലയിലാണ് കാണുന്നത്. അപ്പോൾ ആർക്കായിരിക്കും ആ കാര്യത്തിൽ ഒരു മുൻതൂക്കം? ഇത്തവണ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിന്റെ പ്രഭവ കേന്ദ്രം ബീഹാറാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി BJPയോടൊപ്പം ആയതാണ് ഏതാണ്ട് 39 സീറ്റുകളുള്ള ബീഹാറിലെ ഫലം അങ്ങനെയായി തീർന്നത്. ഇപ്പോൾ അവിടെ വിശാല സഖ്യം വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും വളരെ ചെറിയ സീറ്റിലേക്ക് BJP ഒതുങ്ങിയാൽ അത് എവിടം കൊണ്ട് പരിഹരിക്കുമെന്നാണ് BJPക്കാർ കണക്ക് പറയേണ്ടത്.
അതുകൊണ്ട് ഇത്തവണത്തെ ഇന്ത്യ മുന്നണിയെയും BJPയുടെ പരാജയത്തെയും നിർണായകമാക്കുന്നത് ഒരു പാർട്ടിയല്ല, വ്യത്യസ്തമായ പാർട്ടികളാണ്. ആ പാർട്ടികളിൽ CPM അതിൻ്റെതായ പങ്ക് വഹിക്കും. 2004 ഞങ്ങൾക്ക് 63 MP വരെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. ഇപ്പം അത്രയും MP-മാരുടെ എണ്ണം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് ഇപ്പോഴും നിർണായകമായ സ്വാധീനം കേരളത്തിലുണ്ട്, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമുണ്ട്, വോട്ടിംഗ് ബേസ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരുമിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJPയെ തോൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്കൊരു സേ ഉണ്ട്. ഞങ്ങൾ എന്ത് വില കൊടുത്തും BJPക്കെതിരായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യും. അത് ഞങ്ങൾ എപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നേതാവ് ആരാന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം. രണ്ടാമത്, നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും തെളിയിച്ചില്ലേ? ഇപ്പോൾ എന്തല്ല 143 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി പുതിയ ക്രിമിനൽ നടപടി നിയമങ്ങളെല്ലാം കൂടെ പാസ്സാക്കിയെടുത്തത്. ട്രക്ക് ഡ്രൈവർമാർ ഒരു ദിവസം സമരം നടത്തിയപ്പോൾ നരേന്ദ്രമോദി മുട്ടുമുടക്കി. ഇത്രേ ഉള്ളൂ മോദി. ട്രക്ക് ഡ്രൈവർമാർ ഒറ്റ സമരം നടന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ 143 MP-മാരെ പുറത്താക്കിയിട്ട് പാസ്സാക്കിയ നിയമം, അതിലെ വകുപ്പ് മാറ്റാമെന്ന് വാക്ക് കൊടുത്തിരിക്കുക മോദി. ഈ ഭീരു മോദിയാണ്. എന്താ പറയുക, എൻ്റെ ഉറപ്പാന്ന്. ഏതാ ഉറപ്പെന്നറിയാവോ? നരേന്ദ്രമോദിയുടെ ഉറപ്പ് ഗ്യാസിന്റെ സബ്സിഡി അക്കൗണ്ടിൽ കിട്ടുമെന്നാ. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു അക്കൗണ്ടിൽ കിട്ടുന്നുണ്ടോ? 2020 മാർച്ചിന് ശേഷം ഒരു വെള്ളി അക്കൗണ്ടിൽ ആരുടെയും വന്നിട്ടില്ല. വില കൂടിയിട്ടേ ഉള്ളൂ. മോദി അധികാരത്തിൽ വരുമ്പോൾ 430 ആയിരുന്ന ഗ്യാസ് കുറ്റിയുടെ വില 1020 പിന്നെ ഇടയ്ക്ക് ദിശയിൽ കുറച്ചിട്ടുണ്ട്. ഇനി മോദിയുടെ ഗ്യാരണ്ടി എന്തായിരുന്നു? 15 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിൽ തരും. ഇവിടെ ചില സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് BJP നേതാവ് പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി കള്ളപ്പണം പിടിച്ചുകൊണ്ട് 15 ലക്ഷം തരുമെന്നാണ്. എന്നിട്ട് നിങ്ങളുടെ ഗ്യാരണ്ടി എന്താണ് ഇപ്പൊ നടപ്പാക്കിയത്? ആ 15 ലക്ഷം ഇല്ല. എന്നിട്ടോ ഇവിടുന്ന് കള്ളപ്പണമായിട്ട് അദാനി വിദേശത്തേക്ക് പോകുന്നു. അതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്. ഇന്നത്തെ പ്രസംഗത്തിൽ 4 കൂട്ടരെയാണ് BJP അഭിസംബോധന ചെയ്യുന്നത് പറഞ്ഞു. ഒന്ന്, യുവാക്കൾ. അത് കൊള്ളാം. യുവാക്കളുടെ ജോലി വർഷം അല്ലെങ്കിൽ 4 കൊല്ലം റിട്ടയർമെന്റ് ആക്കിയ ഇന്ത്യ രാജ്യ ചരിത്രത്തിലെ ഏറ്റവും യുവാക്കൾക്കെതിരായി പ്രവർത്തിച്ച ഗവൺമെന്റാണ് മോദി. നിങ്ങളൊരു പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴും എത്ര കാലം നിങ്ങൾക്ക് സർവീസ് ഉണ്ട്? 4 കൊല്ലം ഉണ്ടെന്ന് പട്ടാളക്കാരൻ പറഞ്ഞാൽ കല്യാണം നടക്കുമോ? ഇന്ത്യൻ പട്ടാളത്തിൽ പോയി ചേരുക 4 കൊല്ലം അഗ്നിവീറാണ്. എന്ത് വീറ്? പിന്നെ RSS പോയി കൂലിപ്പട്ടാളാകണോ? പിന്നെ ആരെയാ നിങ്ങൾ ദ്രോഹിച്ചത്? സ്ത്രീകൾ. ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്. അത് മണിപ്പൂരിൽ നമ്മൾ കണ്ടല്ലോ, സ്ത്രീ ശക്തി. മൂന്നാമത്തേത് കർഷകരാണ്. നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ എതിർത്ത് 700 കർഷകർ ഇവിടെ രക്തസാക്ഷികളായി. ചമ്പാറിലെ ഗാന്ധി നേതൃത്വം കൊടുത്ത സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം. പിന്നെ അദ്ദേഹം പറയുന്നു പാവങ്ങൾക്കൊപ്പമാണ്. അതാണ് തൊഴിലുറപ്പിൽ കണ്ടത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, 1.5 കോടി പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പുറത്താക്കി നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് കേരളത്തിൽ വന്ന് വലിയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി. ഞങ്ങൾ മോദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീശക്തി പറയണം കേട്ടോ. സുരേഷ് ഗോപിയെ നിർത്തിക്കൊണ്ട് സ്ത്രീശക്തി പറയണം. അദ്ദേഹം ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്, കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. ഞാൻ ആ കേസിൽ പെട്ടതിനെ കുറിച്ച് പറയുന്നില്ല. ചിലപ്പോൾ യാദൃശ്യമായിരിക്കും ഞാൻ വിചാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പോട്ടെ, ഞാൻ അങ്ങനെ വ്യക്തിപരമായി കാണുന്നു. അദ്ദേഹം മനഃപൂർവ്വമായിരിക്കത്തില്ല. പക്ഷെ ഒരു അബദ്ധം പറ്റിയാൽ, എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ അന്തസ്സായി സ്ത്രീത്വത്തെ മാനിക്കണ്ടേ? അതിനുശേഷം അദ്ദേഹം എത്ര തവണ അപമാനിച്ചു സ്ത്രീത്വത്തെ. അപ്പൊ നാരീശക്തി സംഗമം, എന്നിട്ടോ സ്ത്രീശക്തി സംഗമം നടത്തുമ്പോൾ അതിൽ ആർക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്? സുരേഷ് ഗോപിക്ക് വേണ്ടി. അദ്ദേഹം ഏത് കേസിലെ പ്രതിയാണ്? ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ട കേസിലെ പ്രതി. തീർന്നില്ലേ? പിന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പൊ നവകേരള സദസ്സിനെതിരെ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക, നവകേരള സദസ് നടക്കുമ്പോൾ ദേവസ്വത്തിന്റെ സ്ഥലത്ത് നടത്താൻ പാടില്ല, പിന്നെ മരം മുറിക്കാൻ പാടില്ല. ഇവിടെ എന്തൊക്കെ ചെയ്യാം? തേക്കിൻകാട് മൈതാനം ദേവസ്വത്തിൻ്റെതാകാം, നിങ്ങൾക്ക് എന്തെല്ലാം ആകാം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് ദൈവവുമില്ല, നിങ്ങൾക്ക് മതവുമില്ല, നിങ്ങൾക്ക് വിശ്വാസവുമില്ല, നിങ്ങൾക്ക് സ്ത്രീകളുമില്ല, നിങ്ങൾക്ക് പൊതുസമൂഹത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുമില്ല. പിന്നെ ഇവിടെ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞു, മാസപ്പടി. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPMന്റെ അഭിമാനമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കൊരു തീരുമാനമുണ്ട്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ വാങ്ങിക്കത്തില്ല. ഞങ്ങൾക്ക് കാശ് കിട്ടണ എത്ര കോടി വേണേൽ കിട്ടും. കേരളത്തിൽ ഭരിക്കുകയാണ്. കുറെ കോർപ്പറേറ്റ് മുതലാളിമാരോട് ഞങ്ങൾ കാശ് ചോദിച്ചാൽ ഞങ്ങൾക്ക് കേരളത്തിൽ കാശ് കിട്ടും. എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ട്. അങ്ങയുടെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഷിബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ
രണ്ടു കൂട്ടരും എന്തുകൊണ്ട് BJP സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം പരാജയമാണ് എന്ന് വിശദീകരിച്ചു. ഇപ്പോൾ പലപ്പോഴും ഇലക്ഷനുകൾ വൈകാരിക വിഷയങ്ങളിൽ ഊന്നിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പുൽവാമയും ബലാക്കോട്ടും ഒക്കെ വന്നത്. ഇപ്പോൾ ദേശ സുരക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട വിഷയമായി. അതിനപ്പുറത്ത് ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രതിപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം എണ്ണി പറഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സംവദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പറയാണ്. നമ്മളിപ്പോൾ ആകാശവാണിയിൽ യുവവാണി കേട്ടാൽ നമ്മളോട് ഇങ്ങോട്ടല്ലേ പറയുന്നുള്ളൂ, അങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഒരു സംവാദം നടക്കില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പറയുന്നു. അതെല്ലാ ആളുകളും അതുപോലെ തന്നെ അങ്ങ് വിശ്വസിക്കുമെന്ന് എങ്ങനെയാണ് BJP-ക്ക് കരുതാൻ കഴിയുക? ഞങ്ങൾക്ക് എങ്ങനെയാണ് കരുതാൻ കഴിയാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിജയമാണ്. ഇവിടെ നൗഷദ് അലി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പാനലിസ്റ്റ് എൻ്റെ കൂടെ മാതൃഭൂമിയിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു. രാജസ്ഥാൻ ഞങ്ങൾ പിടിച്ചെടുക്കും, ഛത്തീസ്ഗഡ് ഞങ്ങൾ പിടിച്ചെടുക്കും, മധ്യപ്രദേശ് ഞങ്ങൾ അടിച്ച് തകർക്കും. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ BJP-ക്ക് എതിരാണ്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾ വെറുക്കുകയാണ്, ജനങ്ങളെ പിടിച്ചെടുക്കും. എന്തായിരുന്നു വാദങ്ങൾ? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു വാദവും കാണാനില്ല. പൊളിഞ്ഞ് പാളീസായി, അടിച്ച് പുറത്താക്കി നാട്ടിലെ ജനങ്ങൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനത്തിനെ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വിരോധമില്ല. കാരണം ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ആ കിണറ്റിലെ വെള്ളമാണ് സമുദ്രം. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വലിയ കാര്യമായിട്ട് പ്രഖ്യാപിക്കും. ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിച്ചോ? ഞാൻ ചോദിക്കട്ടെ, 65 കൊല്ലം നിങ്ങൾ പഠിച്ചു, 65 കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ട് പട്ടിണി ഇല്ലാണ്ടായോ ഈ നാട്ടിൽ? നിങ്ങൾ പട്ടിണി ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ പട്ടിണി ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. 65 കൊല്ലം നിങ്ങൾ ഭരിച്ചു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ളം കൊടുത്തോ? നിങ്ങൾ കുടിവെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഹർ ഘർ ജൽ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരേണ്ടിയിരുന്നില്ലല്ലോ. 65 കൊല്ലം നിങ്ങൾ ഭരിച്ചു. ആ ഭരിച്ചപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അക്കൗണ്ട് കൊടുത്തോ? നിങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കിയോ? നിങ്ങൾ കൊടുത്തില്ലല്ലോ. 65 കൊല്ലം നിങ്ങൾ ഭരിച്ചു. ഏതെങ്കിലും പ്രാവശ്യം അഴിമതി ഇല്ലാതെ ഭരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കിട്ടിയ പൈസ ആകാശവും വായുവും ഭൂമിയും പാതാളവും കട്ട് നിന്ന വർഗമല്ലേ കോൺഗ്രസ്? എന്നിട്ട് നിങ്ങളിപ്പോൾ വന്ന് പറയാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ ധൈര്യമുണ്ട് ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്ത ഏത് കാലത്താ? കണക്ക് വേണം നിങ്ങൾക്ക്. നിങ്ങൾ മൻമോഹൻ സിംഗ് നരേന്ദ്രമോദിയെ ഏൽപ്പിക്കുന്ന സമയത്ത് എത്രയാ ഇവിടുത്തെ ഇൻഫ്ലേഷൻ നിങ്ങൾക്കറിയോ? ഫോറിൻ എക്സ്ചേഞ്ച് എത്രയാ നിങ്ങൾക്കറിയോ? ഇവിടുത്തെ വ്യാവസായികമായിട്ടുള്ള കയറ്റുമതി എത്രയാ നിങ്ങൾക്കറിയോ? ഒരു മൊബൈൽ ഫോണാണ് 2014 ഒരു മൊബൈൽ ഫോൺ കമ്പനി. ഇനി എത്രയാണെന്നറിയോ? ഇന്ത്യയിൽ മൊബൈൽ കയറ്റുമതി ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇറക്കുമതി ഏതിൽ? വിദേശ നാണ്യത്തിൽ, അല്ലാതെ ഫോണിലല്ല. കയറ്റുമതി ചെയ്തിട്ട് വിദേശ നാണ്യം നേടുന്ന രാജ്യമാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ FDI ഇപ്പോഴാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സെൽഫ് എംപ്ലോയിഡ് എന്ന് മാത്രമല്ല, ഈ വ്യക്തിപരമായി ഓരോ ആളുകൾക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ വഴി ചെറുതും മീഡിയവും അതുപോലെ വലുതുമായിട്ടുള്ള സംരംഭങ്ങൾ, ആ സംരംഭങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതലാണ്. ഇതാ കണക്കുമായിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് വേണം ചരിത്രം നോക്കാം. ഇതാണ് ആ പുസ്തകം, വേണം നമുക്ക് വാദിക്കാം. പക്ഷെ ഞാനിതൊന്നും കണക്ക് വെച്ച് പറയാത്തത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറെ വർത്താനം പറഞ്ഞു. ഒരു മിനിറ്റ്, എനിക്ക് 2-3 ആൾക്കാരോട് പറയാനുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അത് പറഞ്ഞില്ല, ഇതൊക്കെ വിശ്വസിക്കോ? എൻ്റെ പൊന്നിയേട്ടാ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല, വിശ്വസിക്കണമെന്നൊരു വിരോധവുമില്ല. പക്ഷെ നിങ്ങൾ ഇന്ന് വടക്കേ ഇന്ത്യയിൽ തപ്പി നോക്കിയാൽ കാണാനില്ല. നിങ്ങൾക്കാകെ 1-2 സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ, കേരളത്തിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ട്. അതിൻ്റെ ആയസ് കഴിഞ്ഞു, അതിനധിക കാലമില്ല. അപ്പോഴാണ് പറയുന്നത്, അനിൽകുമാർ പറയുന്നത് പിടിച്ചുകെട്ടും ഞങ്ങൾ ബീഹാറിൽ. എൻ്റെ പൊന്നിയേട്ടൻ, നിങ്ങൾ അനിൽകുമാറെ, എനിക്ക് വിഷമമുണ്ട്. നോട്ട് ചെയ്യുമ്പോണ്ട നിങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങൾ മത്സരിച്ചിട്ട് എവിടെയെങ്കിലും BJPയെ തോൽപ്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സ്ഥലം പറ. ബംഗാളിൽ പോലും നിങ്ങളില്ല, ത്രിപുരയിൽ നിങ്ങളില്ല, നിങ്ങളുള്ളത് കേരളത്തിലാണ്. നിങ്ങൾ 2 പേരും കൂടിയിട്ട് ഡൽഹിയിൽ വന്ന് BJPയെ തോൽപ്പിക്കാൻ നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് തോൽപ്പിക്കേണ്ട, ഞങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുമെന്ന്. തൃശ്ശൂരടക്കം നിങ്ങൾ ഏതാണോ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ, ആ സുരേഷ് ഗോപി ആണെന്ന് വെക്കുക. എനിക്കറിയില്ല, ആ സുരേഷ് ഗോപി ആണെങ്കിൽ ആ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ നിങ്ങൾ അലയൻസ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇപ്പം സുരേഷ് ഗോപിയുടെ കാര്യമാണ്. സുരേഷ് ഗോപി, നിങ്ങൾ ഓരോ പ്രാവശ്യവും സുരേഷ് ഗോപിയെ മോശമാക്കാൻ,
അദ്ദേഹത്തെ ക്രിമിനൽ കേസിൽ കുടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്തോറും സുരേഷ് ഗോപിക്കുള്ള പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെ പറ്റി നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ശങ്കരാടി പറയുന്നത് പോലെയാ, അവൻ അത്യാവശ്യം നല്ല പേരുണ്ട്, ഒരു കാര്യം ചെയ്യേ, അവനെ അങ്ങ് ബലാത്സംഗ കേസിൽ കൊടുക്ക് എന്ന് ശങ്കരാടി പറയുന്നില്ലേ സന്ദേശ സിനിമയിലെ? അതേപോലെയാ നിങ്ങളുടെ സമീപം. അങ്ങനെ ബലാത്സംഗ കേസിലൊന്നും പണ്ടത്തെ മാതിരി കൊടുക്കാൻ പറ്റൂല അനിൽകുമാറെ. നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വിവരം വെച്ചു. നിങ്ങൾ പറയുന്നത് കേട്ട് നാട്ടിലെ ജനങ്ങളൊന്നും വോട്ട് ചെയ്യില്ലേ? ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് നിങ്ങൾ പറയേ, അതിനനുസരിച്ച് ഈ നാട്ടിലെ അമ്മമാര് സഹോദരിമാര് സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കും, എനിക്കുറപ്പാ. കാരണം നന്മയുടെ പ്രതീകമാ മനുഷ്യൻ. നിങ്ങൾക്ക് 10 റുപ്യ, ഞാൻ ഒരു കാര്യം ചോദിച്ച് നിർത്തിക്കോട്ടെ അഭിലാഷേ, പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഒരു 10 രൂപയുടെ സഹായം വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒരു 10 രൂപയുടെ സഹായം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ചെയ്തുള്ള ആളാണോ ഈ അനിൽകുമാർ? പാർട്ടിയുടെ വലിയ നേതാവായിരിക്കും, പക്ഷെ ഒരു പാർട്ടിയും ഇല്ലാതെ കിട്ടുന്ന സിനിമയുടെ പൈസയിൽ ബഹുഭൂരിപക്ഷം പൈസ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന, നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ഈ വാളയാറ് പോലെയുള്ള ഏറ്റവും കൂടുതൽ മോശമായ അന്തരീക്ഷം ഉണ്ടല്ലോ. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഗർഭിണിയാക്കി കെട്ടിത്തൂക്കുന്നത് ആ അമ്മമാർക്ക് പോലും സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് നിങ്ങൾ നികൃഷ്ടമായി സംസാരിക്കുന്നത്. അത് നിങ്ങളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളത് ഇനിയും പറഞ്ഞോ. ഇനി പറയും തോറും ഞങ്ങൾ വളരും, സുരേഷ് ഗോപിയും വളരും. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാം, ഇടതും വലതും തലകുത്തിക്കടന്ന് പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ ഒരു ചുക്കും ചുണ്ണാമും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ BJP ജയിക്കും. ശരി, അനിൽകുമാർ നേരിട്ടൊരു മറുപടി. ഒന്ന്, വ്യക്തിപരമായി ഓരോരുത്തർക്കും ചെയ്യുന്ന സഹായങ്ങളൊന്നും ഞങ്ങളാരും വിളിച്ചു പറയാറില്ല. അതിന് കാരണം അവർക്ക് സഹായം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു അവസരം കിട്ടി എന്നത് ഞങ്ങൾ സന്തോഷത്തോടെ കാണുന്നതുകൊണ്ടാണ്. അവരുടെ മുഖം വെളിപ്പെടുത്താൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. രണ്ടാമത്, സുരേഷ് ഗോപി പറയുന്ന കളവുകൾ എന്തായിരുന്നു? ഒരാളെ പൈലറ്റ് ആക്കാൻ വേണ്ടി ഞാനാണ് പണം കൊടുത്തത്. കേരള സർക്കാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പൈലറ്റ് ആക്കിയ ഒരു കുട്ടിക്ക് 25,000 കൊടുത്തിട്ട് സുരേഷ് ഗോപി ഈ ആനയുടെ കഴുത്തിൽ ഒരു മണി വെച്ച് കെട്ടിയിട്ട് ആ മണിയുടെ മേലെ സുരേഷ് ഗോപിയുടെ പേരെഴുതി വെച്ചു. അപ്പൊ സുരേഷ് ഗോപിയുടെ വക ആനയല്ല മണി. ഇതാണ് സുരേഷ് ഗോപി മോൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. അവരൊന്നും സുരേഷ് ഗോപിക്ക് കത്തയച്ചിട്ടുണ്ട്. അന്ന് കാശ് തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ വഴിക്ക് കാണുന്നില്ല. ഇപ്പൊ തൃശ്ശൂർ ചുറ്റുപാട് കാശ് കൊടുക്കുന്നുണ്ട്. ആ കച്ചവടം വേറെയാണ്. പിന്നെ BJPയുടെ നേതാവ് പറഞ്ഞപ്പം ഇങ്ങനെ ഇത്തരം സ്ത്രീപീഡന കേസുകൾ പ്രതികളായാൽ വോട്ട് കൂടും, ഞങ്ങൾക്ക് കുറെ കൂടെ വോട്ട് കിട്ടും, അങ്ങനെയാണ് പിന്നെ 5-6 സ്ത്രീകളുടെ ദേഹത്തൂടെ കൈവെക്കാമല്ലോ, കുറെ കൂടെ കേസ് വരുമല്ലോ. ഞാൻ പറയണത്, ഒരു വനിത അവർ അപമാനിക്കപ്പെട്ടതായിട്ട് അവർക്ക് പരാതി വന്നാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചൊരു കേസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോടതിയാണ് തീരുമാനിക്കുന്നത്. തൃശ്ശൂരെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത്, കോടതിയാണ് തീരുമാനിക്കുന്നത്. ക്രിമിനൽ കുറ്റം ചെയ്തോ ഇല്ലയോ, പരാതിക്കാരിക്ക് നീതി കിട്ടണം. അതേ സർക്കാർ ചെയ്തിട്ടുള്ളൂ. പ്രശ്നം അവിടെ അല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അങ്ങനൊരു പരാതി ഉയർന്നു വന്നപ്പോൾ എന്റെ ഭാഗത്തുണ്ടായ പിശകാണെന്ന് കരുതി സ്ത്രീകളെ ആദരവോടെ കാണുന്നതിന് പകരം അതിനുശേഷം ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ അവിടെ വരുന്നൊരു സ്ത്രീയെ കൈകൂപ്പി തൊഴുതിട്ട് ഒരു ഭീകര ജീവിയെ പോലെ സ്ത്രീയോട് പെരുമാറുന്നു. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ ഭീകര ജീവിയെ പോലെ അപമാനിച്ച് ആക്രമിക്കുന്നു. എന്നിട്ട് രൗദ്രഭാവത്തോടെ അവരോട് പുറകോട്ട് പോകാൻ പറയുന്നു. ഇതാണോ സ്ത്രീ ശക്തി? ഈ പറയുന്ന സുരേഷ് ഗോപിയാണോ സ്ത്രീകളെല്ലാം കൂടെ പൂവിട്ട് തൊഴാൻ പോണത്? നിങ്ങൾക്ക് ചില മറിയക്കുട്ടിമാരെ കിട്ടും, അതൊക്കെ നിങ്ങൾ കിട്ടിക്കോണം, നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം നടത്തിക്കോണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, കേരളം കടം കൊണ്ട് മുടിയുന്നു. മുമ്പ് പറഞ്ഞാണല്ലോ, കടം വാങ്ങിയതിൽ ഇന്ത്യ രാജ്യത്ത് 9ാം സ്ഥാനത്ത് മാത്രമാണ് കേരളം. നിങ്ങളുടെ UPയുടെ പുറകിലാണ്. കടം വാങ്ങിക്കുന്ന കാര്യത്തിൽ 9ാം സ്ഥാനത്ത് മാത്രമാണ് കേരളം. ഇന്നത്തെ രാത്രി വെല്ലുവിളിക്കുന്നു ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ, ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഇന്നാവട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, ഞാൻ പറയുന്ന സ്ഥാനം 9, അതല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത് പിൻവലിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? കേന്ദ്രത്തിന്റെ കടം എത്രയാ? ഒരു മാസം കേന്ദ്രം എടുക്കുന്ന കടം 1.5 ലക്ഷം കോടി രൂപ. കേരളത്തിന്റെ ആകെ കടം പറയുന്നത് എത്രയാണെന്നറിയോ? 3.5 ലക്ഷം കോടിയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രം 2.5 മാസം എടുക്കുന്ന കടം നമുക്കില്ലെന്ന്. കേന്ദ്രം 2.5 മാസം കൊണ്ട് എടുക്കുന്ന കടബാധ്യത കേരളത്തിന് ഇല്ല ഇതുവരെ. 63-70 കൊല്ലായിട്ട്. നിർമ്മല സീതാരാമൻ എടുക്കുന്ന കടം ഒരു കൊല്ലം 18 ലക്ഷം കോടിയാണ്. നിങ്ങളുടെ ബഡ്ജറ്റാണ് ഞാൻ പറയണത്.
എന്നിട്ട് കടം മുടിയുന്നു. പിന്നെ മോദിക്ക് കേരളത്തോട് ഇങ്ങനെ വഴിഞ്ഞൊഴുകല്ലേ എന്താ താല്പര്യം? ഞാൻ ആ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിന് സ്ഥലം ഏറ്റെടുത്തിട്ട് കാത്തിരിക്കുകയാണ് ഒരു അപേക്ഷ കൊടുത്ത്. നിങ്ങൾ ആ തൃശ്ശൂർ വന്നപ്പോൾ AIMS കേരളത്തിന് കിട്ടുമോ? നിങ്ങൾ കേരളത്തോട് അവഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ വലിയ വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന് എന്താ തരുന്നത്? കേരളത്തോട് അവഗണന ഇല്ലാണ്ട് വേറെ എന്താ ഉള്ളത്? കേരളത്തിന് ആവശ്യപ്പെട്ട തീവണ്ടി ഉണ്ടോ? കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം വല്ലതും തരുന്നുണ്ടോ? അവിടെ ഇവിടെ എന്തെങ്കിലും കാണിച്ചിട്ട് ആ കാണിച്ചെല്ലാം കൂടി ആഘോഷിച്ചിട്ട് ഞങ്ങൾ കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടക്കും. കിട്ടിയെന്ന് പറഞ്ഞ് കോൺഗ്രസ് നടക്കും, കൊടുത്തേ എന്ന് പറഞ്ഞ് BJP പറഞ്ഞോട്ടെ. എന്താണ് അഭിലാഷ് ഒരു അവസരം വേണം. തരും. അല്ല ഒരൊറ്റ വരി ഇപ്പൊ അനിൽകുമാർ പറഞ്ഞ ഭാഷയിലാണെങ്കിൽ ഈ കേരളത്തിലെ കഴിഞ്ഞ ധനമന്ത്രിയുടെ ബജറ്റ് മാറ്റേണ്ടി വരും. ബജറ്റിലെ ആദ്യത്തെ വരി എന്താ അറിയോ? കേരളം നിലനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കൊണ്ടായിരുന്നു എന്നാണ് ബജറ്റിലെ ഒന്നാമത്തെ വരി. അത് താങ്കൾ തള്ളുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഒറ്റ മറുപടിയല്ല. തെറ്റല്ല. ബജറ്റ് ഇവിടെ എല്ലാവരും ബജറ്റ് കേരള ബജറ്റ് ഇല്ലാന്ന് പറയരുത്. ഞങ്ങൾ കേട്ടതാണ്. നിങ്ങൾ നുണ പറയരുത്. അഭിലാഷ് പറയട്ടെ. അല്ല, ഏത് ബജറ്റ് പ്രസംഗത്തിലാണ്? എന്റെ ഓർമ്മയിൽ അങ്ങനെ എനിക്കറിയില്ല. ഏത് ബജറ്റ് പ്രസംഗത്തിലാണ്? കഴിഞ്ഞ ബജറ്റില് കേന്ദ്രത്തിന്റെ സഹായത്തിലാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് കൃത്യമായി പറഞ്ഞ ബജറ്റായിരുന്നു ബാലഗോപാലിന്റെ പ്രസംഗം. പരിശോധിക്കാം. നിരവധി ചർച്ചകൾ ഇല്ല. നിങ്ങൾ പോയി വായിക്ക്, പരിശോധിക്കും. നിങ്ങൾ ഞാൻ അഭിലാഷോട് പറയാം, പരിശോധിക്ക്. നിങ്ങളുടെ ചർച്ച ഇവിടെ വന്ന് നടന്ന നിങ്ങളുടെ ചർച്ചയിലടക്കം പറഞ്ഞതാണ്. ശരി, ഇല്ലാത്ത കാര്യം പറയല്ലേ? കേന്ദ്രമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തനം നടത്താൻ പറ്റുമോ? കേന്ദ്രം തന്നില്ലെങ്കിൽ വന്ദേ ഭാരത് ഓടുവോ? കേന്ദ്രം തന്നില്ലെങ്കിൽ അരി കൊടുക്കോ? കേന്ദ്രം തന്നില്ലെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങലിന്റെ പ്രശ്നമല്ലല്ലോ, ഇതൊരു ഫെഡറൽ സംവിധാനമല്ലേ? അത് അങ്ങേരോട് പറയാ. ഇവിടുന്നുള്ള ടാക്സ് പിരിക്കുന്നത് കേന്ദ്രമല്ലേ? അപ്പൊ ആനുപാതികമായി ഇങ്ങോട്ട് തരണ്ടേ? അതൊരു ഫെഡറൽ സംവിധാനമല്ലേ? അല്ലാണ്ട് ഇപ്പോ ഒരാൾ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് തരിക അങ്ങനെ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ച അവസാനത്തെ മിനിറ്റുകളിലാണ്. ശ്രീ KP നൗഷാദ് അലി, അങ്ങയുടെ അവസരം. ഞാനിവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ 1-2 കാര്യം പറഞ്ഞു. അദ്ദേഹം പറയുകയാണ് ഈ 65 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ മാർഗദർശക് മണ്ഡൽ സംസ്കാരമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ഈ വാജ്പേയിയുടെ കാലം കൂടി കോൺഗ്രസിന്റെ പട്ടികയിലാണ് പെടുത്തുന്നത്. എന്നാലും 65 കൊല്ലമില്ല. രണ്ടാമതായിട്ട് ഞാൻ ഏതോ ചർച്ചയിൽ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ജയിക്കുമെന്ന് പറഞ്ഞു, അവകാശപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. 954 ഗോളിയോറിൽ ജയിക്കുമെന്ന് വാജ്പേയിജിയും അവകാശപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. പിന്നെ ഈ BJP ഭരണവും കോൺഗ്രസ് ഭരണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. 1952-57 ഫിറോസ് ഗാന്ധി അന്നത്തെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് LIC രൂപീകരിച്ചത്. അന്ന് ഫിറോസ് ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്ന RK ഡാൽമിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സമാനമായിട്ട് LICയുടെ പബ്ലിക് ഓഹരി ഇടപെടലിലെ ക്രമക്കേടുകൾ ഫിറോസ് ഗാന്ധി പുറത്തു കൊണ്ടുവന്നപ്പോൾ അന്ന് ഹരിദാസ് മുന്ദ്രയെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ TT കൃഷ്ണമാചാരി എന്ന ധനമന്ത്രി രാജിവെക്കുകയും ചെയ്തു. ഇതൊക്കെ ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ പാർലമെന്റിൽ ഒരു BJP അംഗത്തിന് അവരുടെ പാർട്ടി വിമർശിക്കാൻ കഴിയുമോ? അവരുടെ കമ്മീഷൻ നിയോഗിക്കുമോ? അവർ അദാനി അംബാനി പോലെയുള്ള ഏതെങ്കിലും ഒരാൾക്കെതിരെ ചെറുവിരലനക്കുമോ? അതിനെതിരെ പറയുന്നവൻ അയോഗ്യനാക്കുന്ന ഒരു പാർട്ടിയാണത്. നിർമ്മലാ സീതാരാമൻ രാജിവെക്കേണ്ട സ്ഥിതി വരുമോ? അപ്പൊ ജനാധിപത്യത്തെ കൊല ചെയ്തുകൊണ്ട് ഏകാധിപത്യത്തിന്റെയും ഫാസിസത്തിന്റെയും ദുഷിച്ചു നാറിയ മാർഗത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി തള്ളി എന്നുള്ളതാണ് BJPയും നരേന്ദ്രമോദിയും ഇന്ത്യക്ക് നൽകിയ സംഭാവന. അത് കോൺഗ്രസുമായി എത്രത്തോളം നിങ്ങൾ താരതമ്യം ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്വയം അപമാനിതരാവുകയുള്ളൂ. കോൺഗ്രസ് ഈ രാജ്യത്ത് കുറെ പഞ്ചരത്ന ലിമിറ്റഡ് കമ്പനികൾ സ്ഥാപിച്ചിരുന്നു, മഹാരത്ന സ്ഥാപിച്ചിരുന്നു, നവരത്ന സ്ഥാപിച്ചിരുന്നു. അവസാനത്തെ മിനിറ്റ് ആ പണം എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ഈ രാജ്യം വളരുകയാണ് എന്ന് പറയുന്നവരാണ് കോൺഗ്രസിന്റെ ഭരണത്തെക്കുറിച്ച് ഇകഴ്ത്തിക്കാട്ടുന്നത്. ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പെട്ടെന്ന്. അല്ല, വളരെ കൃത്യമായിട്ടുള്ള ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. അത്
കോൺഗ്രസുമായിട്ട് BJP-യെ തുലനം ചെയ്ത് വാസ്തവത്തിൽ BJP-ക്ക് നാണക്കേട്. അത് അങ്ങ് പറഞ്ഞത് ശരിയാ. കാരണം അത്ര നാറിയ സമീപനമായിരുന്നു കോൺഗ്രസ്, നാണം കെട്ട സമീപനമായിരുന്നു കോൺഗ്രസ്. ഈ നാറ്റുള്ളവരെ തൊട്ടാൽ നാറും എന്ന് പറയുന്നത് പോലെ കോൺഗ്രസുമായിട്ട് BJP-യെ തുലനം ചെയ്താൽ ഞങ്ങൾക്ക് നാണക്കേടാ. പിന്നെ അനിൽകുമാറെ, ഇന്നത്തെ മനോരമയിൽ ഒരു വാർത്തയുണ്ട്, ഒന്ന് വീട്ടിൽ പോയി വായിക്കണം. എന്താണെന്നറിയോ വാർത്ത? കേരളത്തിലെ ഒരു വനിത, തോമസ് ഐസക്ക് നിങ്ങളുടെ മന്ത്രി, കടകംപള്ളി സുരേന്ദ്രൻ നിങ്ങളുടെ മന്ത്രി, ശ്രീരാമകൃഷ്ണൻ നിങ്ങളുടെ മുൻ സ്പീക്കർ, ഇവരൊക്കെ എതിരായിട്ട് പീഡനത്തിന് ഇതുവരെ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഒരു വനിതയുടെ ആരോപണം. അത് വീട്ടിൽ പോയിട്ട് വായിച്ചിട്ട് വന്നിട്ട് നമുക്ക് സുരേഷ് ഗോപിയെ കുറിച്ച് പറയാം കേട്ടോ. സുരേഷ് ഗോപി എന്ന് പറയുന്നത് പളുങ്കുപാത്രമാണ്, തുളസിപ്പൂ പോലെ നിർമ്മലമാണ്, നന്മയുടെ പ്രതീകമാണ്. നിങ്ങൾ എത്ര എതിർത്താലും നിങ്ങൾ എത്ര എതിർത്താലും നടക്കില്ല. നിങ്ങൾ ഭയപ്പെടുന്നു സുരേഷ് ഗോപിയെ, നിങ്ങൾ സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നു. നിങ്ങളുടെ ഭയമാണ് ഈ വിഭ്രാന്തിയുടെ എനിക്ക് പറയാനുള്ളൂ. ശരി ശരി, ഓക്കെ. അപ്പോ സ്ത്രീകളെ ഭയപ്പെടുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത്. ഒരു വനിതാ പ്രവർത്തകരുടെ മുമ്പിൽ കൈകൂപ്പിയിട്ട് സ്ത്രീകളെ ഭയപ്പെടുന്ന സുരേഷ് ഗോപിയാണ് ഞാൻ കണ്ടത്. അങ്ങനെ സ്ത്രീകളെ അപമാനിച്ച സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ അത് ശരിയാണ്. വളരെ നന്ദി സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുന്നു. നമസ്കാരം.